ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആട്ടോ. നാട്ടിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ്. മോളുടെ എക്സാമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വെക്കേഷന് വേണ്ടിയിട്ട് പോയതാട്ടോ നാട്ടിലേക്ക്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇതിപ്പോൾ ഞങ്ങൾ പോണ അന്ന് വൈകുന്നേരത്തെ കുറച്ച് ക്ലിപ്പിങ്സ് ആട്ടോ. വൈകുന്നേരം 8:30 8:45 ഫ്ലൈറ്റ്. അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം തന്നെയാട്ടോ നാട്ടിൽ പോയത്. ഉച്ചയ്ക്ക് ഐസുവിൻ്റെ എക്സാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് വന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു 5 മണി 5:30 അടുത്ത് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയി. അപ്പോൾ അന്നെടുത്ത ക്ലിപ്പിങ്സ് ആണ് കേട്ടോ ഇത്. അപ്പം എല്ലാം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പോണ സമയത്തുള്ള കുറച്ച് എന്താ പറയുക, കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ, ഒതുക്കലും പിടിക്കലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ 1-2 ബാഗ് റാപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇവർ ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അപ്പം മോളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ നാട്ടിൽ പോകാൻ. നാട്ടിൽ പോയിട്ട് അപ്പാപ്പനെയും അമ്മാമ്മനെയും പിന്നെ ആൻറ്റിമാരെയും എല്ലാവരെയും ചേച്ചിമാരെയും ചേട്ടന്മാരെയൊക്കെ കാണുന്നതിൻ്റെ ഭയങ്കര ത്രില്ലായിരുന്നു. പിന്നെ എയർപോർട്ടിലേക്ക് കൊണ്ടുവിടാനായിട്ട് ചേട്ടൻ്റെ ഫ്രണ്ടാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും കൂടിയിട്ട് ലഗേജ് പതുക്കെ കയറ്റുന്നുണ്ട്. ഓരോ പെട്ടികളായിട്ട് താഴെ വണ്ടിയിൽ കയറ്റുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങേണ്ട സമയമായിട്ടാ. അപ്പോൾ ലഗേജുകളൊക്കെ കയറ്റി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുക. അപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ഇറങ്ങി. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ എയർപോർട്ടിലേക്കാട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഐസ് വണ്ടിയിൽ ഇരുന്നിട്ട് ഭയങ്കര വർത്താനം കാര്യങ്ങളൊക്കെ ആയിരുന്നു. നാട്ടിലേക്ക് പോകണേൻ്റെയും അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ കുറേ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തി, ലഗേജൊക്കെ ഇറക്കി. അപ്പോൾ ചേട്ടൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആൾ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ അങ്ങനെ കുറേ നേരം അവിടെ പാർക്ക് ചെയ്ത് നിൽക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറില്ല. ഇനി നേരെ ചെക്ക് ഇൻ ചെയ്യാൻ പോവുക. അപ്പോൾ ചെന്ന സമയത്ത് അങ്ങനെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്കായി. അങ്ങനെ കുറേ നേരം വെയിറ്റൊക്കെ ചെയ്ത് ചെക്ക് ഇൻ ചെയ്തു. പിന്നെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. പിന്നെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. പിന്നെ നമ്മൾ ഗേറ്റിൽ വെയിറ്റ് ചെയ്യാൻ പോവുക. അപ്പോൾ ആ സമയത്ത് ഇവിടെ പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബഹ്റൈനിൽ ഇപ്പോൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ചെറിയ പാർക്കുണ്ട്. ചെറുതല്ല, അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിരുന്നു കുട്ടികൾക്ക് കളിക്കാനായിട്ട്. അപ്പം അവിടെ ജസ്റ്റ് ഒന്ന് കയറി. നല്ല കാര്യമായിട്ട് തോന്നിയിട്ടാണ്. കാരണം കുറേ സമയമൊക്കെ വെയിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കുട്ടികൾക്കൊന്നും ബോറടിക്കില്ല. കാരണം കുറേ സംഭവങ്ങൾ കളിക്കാനുണ്ടായിരുന്നു. അവർ നന്നായിട്ട് എൻജോയ് ചെയ്തിരിക്കും. നമുക്കും അങ്ങനെ അവർ വാശി പിടിക്കുകയോ കരയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. സമയം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാനുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം കളിക്കാൻ വിട്ടിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഗേറ്റിലേക്ക് പോയി. പിന്നെ ഫ്ലൈറ്റിൻ്റെ സമയമായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ഇതിപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറുക കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഭയങ്കര സന്തോഷമായിരുന്നു ആ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകുന്ന ഒരു മൊമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയല്ലേ നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് അവിടെ എത്താൻ തോന്നില്ല. ഇവിടുന്ന് കയറുമ്പോൾ പിന്നെ ഇങ്ങനെ നെഞ്ചി കിടന്ന് ഇങ്ങനെ പടപടാന്നിരിക്കും. അവിടെ എത്തുന്നവർ ഒരു സന്തോഷവും എന്താ പറയുക, ഒരു പ്രത്യേക ഫീലായിരിക്കും ആ ഒരു സമയത്ത്. ഇപ്പോൾ ഫ്ലൈറ്റ് പതുക്കെ എടുത്തു തുടങ്ങി. അപ്പം ഗൾഫ് എയറിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ നാട്ടിലേക്ക്. മിക്കവാറും ഗൾഫ് എയറിൽ തന്നെയാണ് പോവാറ് ഫാമിലിയായിട്ട് പോകുമ്പോൾ. പിന്നെ വൈകുന്നേരം തന്നെ ആയതുകൊണ്ട് ഫുഡൊക്കെ ഫ്ലൈറ്റിൽ നിന്ന് ഉണ്ടാവും ആ സമയമായതുകൊണ്ട്. അപ്പം ഞാൻ ഗൾഫ് എയറിലൊക്കെ പോയിട്ടുള്ള സമയത്ത് ചിക്കൻ ബിരിയാണി തന്നെയായിരുന്നു ഫുഡ് വരിക. പിന്നെ വെജിറ്റേറിയൻ ഉണ്ടാവും വേറെ.
പിന്നെ കിഡ്സിൻ്റെ മീൽ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ കിഡ്സിൻ്റെ മീൽ അങ്ങനെ സെലക്ട് ചെയ്തിട്ടൊന്നുമില്ല. ഐസൂനും ബിരിയാണി തന്നെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം കിഡ്സിൻ്റെ മീൽ പറയുമ്പോൾ മാഷ്ഡ് പൊട്ടറ്റോസും പിന്നെ സോസേജ് അങ്ങനത്തെ ഐറ്റംസാണ് വരാറുള്ളത്. പിന്നെ 5 മണി 5:30 ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ, ആ ഒരു സമയത്ത് കഴിച്ചാൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ വിശക്കുമല്ലോ. അപ്പോൾ പിന്നെ അവൾ ഫുഡ് കഴിച്ചില്ലെങ്കിൽ പിന്നെ പ്രശ്നമായിരിക്കും. കാരണം എയർപോർട്ടിൽ വന്നിട്ട് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത്, അപ്പോൾ ചിലപ്പോൾ വൊമിറ്റ് ചെയ്യാനൊക്കെ ചാൻസ് ഉള്ളതുകൊണ്ട് എന്തായാലും ഫുഡ് കഴിപ്പിക്കുകയും വേണം. അപ്പം അങ്ങനെ ഇപ്പോൾ ഫുഡൊക്കെ വന്നു, ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കല. പിന്നെ ഇത് കണ്ട, ഇതെന്തോ ഒരു സീഡിൻ്റെ എന്തോ ഒരു സാലഡാണ് കേട്ടോ. മറ്റേ പംകിൻ സീഡ് അങ്ങനെയൊക്കെ ഇല്ലേ, അങ്ങനെ എന്തോ ഒരു സീഡിൻ്റെ സാലഡായിരുന്നു. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഐസും മോനും കിടന്ന് ഉറങ്ങി. അവർ നന്നായിട്ട് ഉറങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ നാട്ടിലെത്തി, കൊച്ചിയിലെത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം പിന്നെ പെട്ടെന്ന് സമയം പോയ പോലെ തോന്നിയിട്ടാണ്. ഒരുപാട് സമയം അങ്ങനെ ഫ്ലൈറ്റിൽ ബോറടിച്ചിരുന്ന പോലെയൊന്നും തോന്നിയില്ല, പെട്ടെന്ന് എത്തിയ പോലെ തോന്നി. ഇനിയിപ്പോൾ നമ്മൾ ട്രോളി എടുത്തിട്ട് ലഗേജ് എടുക്കാനുള്ള വെയിറ്റിങ്ങാണ്. അപ്പോൾ ലഗേജൊക്കെ എടുത്തു. ഇനിയിപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. അപ്പോൾ പുറത്ത് ഓൾറെഡി അപ്പച്ചനും പിന്നെ അനിയനൊക്കെ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പുറത്തേക്ക് ഇറങ്ങുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫീലായിരിക്കും കേട്ടോ. പിന്നെ അവരൊക്കെ കാണുമ്പോഴുള്ളൊരു സന്തോഷവും നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോഴുള്ളൊരു സന്തോഷവും അങ്ങനെയൊക്കെ. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് കടന്നു. പിന്നെ പുറത്ത് കടന്നപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ ഭയങ്കര ചൂടായിരുന്നു. കടന്ന സമയത്ത് തന്നെ എന്താ പറയുക, ഒരു ചൂടാവി ഇങ്ങനെ തള്ളണ പോലെ തോന്നി എയർപോർട്ടിൽ നിന്ന് കടന്നപ്പോൾ, അത്രയും ചൂടായിരുന്നു. അപ്പോൾ പിന്നെ ലഗേജൊക്കെ കയറ്റി ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാം. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ കോട്ടപ്പുറത്താണ് കേട്ടോ ഞങ്ങളുടെ വീട്, തൃശ്ശൂർ എരുമപ്പെട്ടി അടുത്ത്. അപ്പോൾ ഞങ്ങളിനി നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോഴുള്ളൊരു സന്തോഷവും നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോഴുള്ളൊരു സന്തോഷവും വേറെ എവിടെയും കിട്ടില്ല. അങ്ങനെ ഇപ്പോൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇന്ന് വീട്ടിലേക്ക് കുറച്ച് നേരത്തെ എത്തിയിട്ടാ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.